സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ എന്ന വാർത്തയിൽ ഇടപെട്ട സർക്കാർ ക്രൈംബ്രാഞ്ച് ഇന്റർപോളിന് കത്ത് നൽകും. കത്ത് നൽകാൻ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ തീരുമാനമായിട്ടുണ്ട്. വിവരങ്ങളുമായി നൌഫലാണ് ചേരുന്നത്. നൌഫൽ, ഒരു ഇടവേളയ്ക്ക് ശേഷം സുകുമാരക്കുറുപ്പിന്റെ പേരങ്ങനെ വാർത്തകളിൽ ചൂടുപിടിച്ച് നിൽക്കുകയാണ്. എന്തായാലും ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിർണായക വിവരങ്ങൾ. കുറുപ്പ് വിദേശത്ത് ഒരു സ്ഥലത്ത് ജീവനോടെ ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഒരു മാധ്യമ വാർത്തയൊക്കെ ഉയർന്നു വന്നു. എന്തായാലും ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് അതിലേക്ക് നീങ്ങാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ഇന്റർപോളിന് കത്ത് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഈ സുകുമാരക്കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് അത് അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ സുകുമാരക്കുറുപ്പിന് അന്ന് അക്കാലത്ത് ഒരു ഹൃദ്രോഗം ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അത് ഹൈദരാബാദിൽ വെച്ച് കണ്ടിട്ടുണ്ട്, ഒരു സ്ത്രീ കണ്ടു എന്നൊക്കെയുള്ള ഹൃദ്രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ 40 വർഷങ്ങൾ പിന്നിടുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകാം എന്ന ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലായിരുന്നു ക്രൈംബ്രാഞ്ചും പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരും. പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിന്റെ IG ആയിട്ടുള്ള ശ്യാം സുന്ദർ, അദ്ദേഹമാണ് ഈ പറയുന്ന ഇന്റർപോളിന്റെ കേരളത്തിലെ നോഡൽ ഓഫീസർ. ഈ പറയുന്ന അദ്ദേഹം നാളെ ഇന്റർപോളിന് കത്ത് നൽകാനാണ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ എന്തായാലും ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്നുണ്ട്. എത്രനാൾ അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ജീവിച്ചത്, കേരളത്തിൽ നിന്നുള്ള ആള് തന്നെയാണോ, ഇത് പുറത്തു വരുന്ന വിവരങ്ങൾ ഒരു പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാസ്പോർട്ടിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വാർത്തകൾ വരുന്നത്. അതിന്റെയൊക്കെ യാഥാർത്ഥ്യത്തെയും വിശ്വാസ്യതയും കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇന്റർപോളിന് നാളെ കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരിൽ നിന്ന് എന്ത് മറുപടിയായിരിക്കും ലഭിക്കുക, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കാര്യങ്ങൾ എന്തായാലും മുമ്പോട്ട് പോവുക. അക്ഷയ്, ശരി, നൌഫലാണ് വിശദാംശങ്ങൾ നൽകിയത്.